Hey guys, this is Adityan and you're watching Geekz. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് Huawei പുറത്തിറക്കിയ Huaweiയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ Huawei Mate X2 എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ കേരളത്തിൽ ആദ്യമായിട്ട് ഞാനാണ് അൺബോക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്യാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഗീവയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. റൂൾസ് കൃത്യമായിട്ട് പാലിക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഗീവയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ ഇരിക്കുന്ന കാണാൻ സാധിക്കും. നല്ലൊരു കവറൊക്കെ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്താണ് നമ്മുടെ സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത്. നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. പിന്നെ നമ്മുടെ ഒരു ലെറ്റർ തന്നിട്ടുണ്ട് Huaweiയുടെ. നമുക്ക് ഈ ഒരു ടോപ്പ് ഷെല്ലൊന്ന് മാറ്റിയിട്ട് ബാക്കി ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. നമുക്ക് തുറക്കുമ്പോൾ നമുക്ക് 2 ബോക്സ് വീണ്ടും കാണാൻ സാധിക്കും. ഈ ഒരു കുഞ്ഞു ബോക്സിൻ്റെ അകത്ത് എന്തുണ്ടെന്ന് നോക്കാം. ഇതിൽ നമുക്കൊരു സിം ഇഞ്ചക്ഷൻ പിന്ന് കിട്ടുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കേസും കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ Huawei Mate X2ൻ്റെ കേസ്. നല്ലൊരു കേസാണ് കണ്ടോ. നമുക്കിത് ഓപ്പൺ ചെയ്ത് ചാരി വെച്ച് സിനിമയൊക്കെ കാണാൻ സാധിക്കും, മൂവീസൊക്കെ വാച്ച് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം ഈ ഒരു കേസിൻ്റെ എന്താണെന്ന് പറഞ്ഞാൽ ഇത് പകുതി മാത്രമേ തന്നിട്ടുള്ളൂ. നമ്മുടെ ഫോണിൻ്റെ ഹാഫ് സൈഡിൽ മാത്രമേ ഈ ഒരു കേസ് വെച്ച് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഈ ഒരു കേസിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുകയുമുള്ളൂ. അപ്പം നിങ്ങൾ സ്മാർട്ട് ഫോണിൻ്റെ ഹാഫ് സൈഡിൽ മാത്രമായിട്ടും ഇതിടാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ സ്മാർട്ട് ഫോൺ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക്, അതായത് നോർമലായിട്ട് ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കേസ് യൂസ് ചെയ്യാൻ സാധിക്കും. അല്ലാത്ത സമയം നമ്മുടെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത്, സ്ക്രീൻ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല, കാരണം ഹാഫ് സൈഡ് പ്രൊട്ടക്ട് ചെയ്യത്തില്ല. ഓക്കെ, നമുക്ക് എന്നിട്ട് നമ്മുടെ ചാർജർ നോക്കാം. ഇതാണ് നമ്മുടെ ചാർജർ. സോ നല്ല വലിയൊരു ചാർജറാണ്. 55 വാട്ടിൻ്റെ ചാർജറാണ് Huawei തന്നിരിക്കുന്നത്. നല്ല ഫാസ്റ്റ് ചാർജിങ് കിട്ടും. നമ്മുടെ 55 വാട്ടിൻ്റെ ചാർജറാണ് കേട്ടോ. പിന്നെ നമുക്കൊരു കേസ് ഇടുന്നുണ്ട്. USB Type-C ഓൺ ദി ഗോ കേബിളാണ് തന്നിരിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ ഒരു ഹെഡ്സെറ്റ് തന്നിട്ടുണ്ട്. അതൊന്നും എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. സോ നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോൺ നോക്കാം. ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ. നമുക്ക് ഈ ഒരു സ്റ്റിക്കർ ഒന്ന് പീൽ ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ആ സ്റ്റിക്കർ ഒന്ന് പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന ബ്ലാക്ക് കളറാണ്. അപ്പം ഇതിൻ്റെ ഒരു വെള്ള കളറും പിങ്ക് കളറും വേറിയൻ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കളർ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എൻ്റെ ഇരിക്കുന്ന ബ്ലാക്ക് കളറാണ്. നമുക്ക് താഴെയായിട്ട് സ്പീക്കേഴ്സ് കാണാൻ സാധിക്കും. അതോടൊപ്പം Type-C എടുക്കാനുള്ള ഒരു പോർട്ടും കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് സ്മാർട്ട് ഫോൺ ഫോൾഡ് ചെയ്യേണ്ടത്. നമുക്ക് കണ്ടോ, ഫോൾഡ് ചെയ്യുമ്പോൾ നല്ലൊരു ബൾക്കി ഫീൽ കിട്ടുന്നുണ്ട്. കാരണം എന്ന് ചോദിച്ചാൽ ഇതൊരു ടാബ്ലറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഒരു ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ ആയിട്ടും യൂസ് ചെയ്യാം. അപ്പം നമുക്കിതിങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ സാധാ ഈ ഒരു സൈസ് വരുന്നത് വെച്ചാൽ 8 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൻ്റെ അകത്ത്. നമ്മളിത് ടാബ്ലറ്റ് മോഡ് ആകുമ്പോൾ കിട്ടുന്നത്. അല്ലാത്ത സൈസിൽ നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് നമുക്ക് 6.4 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. ഓക്കെ, ബാക്കിലായിട്ട് ഇട്ടിരിക്കുന്ന ആ ഒരു ക്യാമറ, പ്രൈമറി ക്യാമറ 50 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറയാണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം ഈ ഒരു ബെസെല്ലും എല്ലാം നല്ല സൂപ്പറായിട്ട് വളഞ്ഞ് നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ബാക്കിലായിട്ട് നല്ലൊരു ഗ്ലാസ് ഫിനിഷും സ്മാർട്ട് ഫോൺ തന്നിട്ടുണ്ട്. അതെനിക്ക് കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ ഇന്നർ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു ഫോൾഡിങ് ആദ്യമായിട്ടുള്ളൊരു യുണീക്ക് ഡിസൈൻ അല്ല. കാരണം സാംസങ്ങും മോട്ടറോളയൊക്കെ നേരത്തെ ഈ ഒരു ഡിസൈൻ ഇറക്കിയിട്ടുണ്ട്. മോട്ടറോള റാസറാണ് ആദ്യമായിട്ട് ഈ ഒരു ഡിസൈൻ പുറത്തിറക്കിയത്. അപ്പം അവർക്ക് ഇതിൻ്റെ ക്രെഡിറ്റ്സ് എല്ലാം കൊടുക്കണം. Huawei യുണീക്കായിട്ടുള്ളൊരു ഡിസൈൻ അല്ല തന്നിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഡിസ്പ്ലേ വളയുന്ന ഡിസ്പ്ലേ യുണീക്ക് അല്ല കേട്ടോ. ഈ ഒരു കേസ് ഇടുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഹാഫ് ഡിസ്പ്ലേ മാത്രമാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഞാൻ കേസ് ഇട്ടിപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഹാഫ് ഡിസ്പ്ലേ മാത്രമാണ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഹാഫ് ബാക്ക് സൈഡ് ഡിസ്പ്ലേ അല്ല, ബാക്ക് സൈഡാണ്. അപ്പം സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ 15 മെഗാ പിക്സൽ എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു സൂമിങ്ങും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. 15 അല്ല 50 മെഗാ പിക്സലാണ് കേട്ടോ. നല്ലൊരു അത്യാവശ്യം നല്ല സൂമിങ് തന്നെയാണ് സ്മാർട്ട് ഫോണിൽ നിന്ന് കിട്ടുന്നത്. നല്ല സൂമിങ് കിട്ടുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് ആഡിയോ സൂം അവൈലബിൾ അല്ല, മോട്ടറോള എഡ്ജ് എസിൽ കിട്ടിയതുപോലെ. അതോടൊപ്പം നല്ല സൂമിങ് കിട്ടുന്നുണ്ട്. എനിക്കത് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം 100x സൂം സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പം ഇവിടെ വെച്ച് എന്തായാലും 100x സൂം ചെയ്യാൻ കഴിയില്ല. അപ്പം ഞാൻ പുറത്ത് പോയിട്ട് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. സ്മാർട്ട് ഫോൺ ബൂട്ടപ്പ് ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ നമുക്ക് സാധാ ഒരു Huaweiയുടെ OS തന്നെയാണ് വരുന്നത്. Huawei പുറത്തിറക്കിയ അവരുടെ ഒരു ഓക്ക് OS എന്ന് പറയുന്ന OS ആണ് സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് വരുന്നത്. Huawei ഹോണറും ബ്രേക്കപ്പ് ആയ സമയത്ത് ഹോണർ വേറൊരു OS ഗൂഗിൾ പ്ലേ സർവീസുമായിട്ട് അവർ കൊളാബായി. അവർ ഗൂഗിൾ പ്ലേ സർവീസുമായിട്ട് എന്താ പറയുക, അവർ ഒത്തുചേർന്ന് ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻസൊക്കെ ഹോണറിൽ ഇൻസ്റ്റാൾ ചെയ്തു. പക്ഷേ ഈ ഒരു ഫോണിൻ്റെ അകത്ത് ഗൂഗിളിൻ്റേതായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻസ് വരുന്നില്ല. ഗൂഗിളിൻ്റെ ഒരു സർവീസസ് ഇതിനകത്ത് കിട്ടില്ല. ഇവരുടേതായിട്ടുള്ള സ്റ്റോറിൽ പോയി നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതോടൊപ്പം സ്മാർട്ട് ഫോൺ കയ്യിൽ വയ്ക്കുമ്പോൾ നല്ല ബൾക്കി ഫീൽ കിട്ടുന്നുണ്ട്. ബട്ട് കൊള്ളാം, നല്ല എക്സ്പാൻഡബിൾ ഡിസ്പ്ലേ, 8 ഇഞ്ചിലോട്ട് എക്സ്പാൻഡ് ചെയ്യുന്ന ഡിസ്പ്ലേ കുറച്ചുകൂടെ സ്മൂത്തായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. സാധാ ഇതാണ് 8 ഇഞ്ച് ഡിസ്പ്ലേ. നമ്മൾ പെട്ടെന്ന് ഓർക്കുന്ന സമയത്ത് പെട്ടെന്ന് വരുന്നതാണ്. സോ ഇനി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഇന്നർ സ്പെസിഫിക്കേഷൻസും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സംസാരിക്കാം. സോ സ്മാർട്ട് ഫോൺ ഈ ഒരു ആദ്യം തന്നെ ഇതിൻ്റെ പ്രത്യേകത ഫോൾഡബിൾ ഡിസ്പ്ലേ ആണ്. അതോടൊപ്പം നമുക്ക് ഈ ഒരു ഫ്രണ്ട് സൈഡ് ഡിസ്പ്ലേ നമ്മൾ കിട്ടുന്നത്, അതായത് ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് വരുന്നതെന്ന് ചോദിച്ചാൽ 6.4 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ ആണ് നോർമൽ സ്മാർട്ട് ഫോൺ ആയിട്ട് വരുമ്പോൾ കിട്ടുന്ന ഡിസ്പ്ലേ. അതോടൊപ്പം നമുക്ക് എക്സ്പാൻഡ് ചെയ്തെടുക്കുന്ന സമയത്ത് 8 ഇഞ്ചസിലോട്ട് ഡിസ്പ്ലേ ഒന്ന് മാറും. നല്ലൊരു ലെങ്തി ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ് 8 ഇഞ്ചസ് എന്ന് പറഞ്ഞാൽ. ബോക്സിംഗ് പാക്കേജ് എനിക്ക് കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ടു. നല്ല വലിയൊരു ബോക്സിംഗ് പാക്കേജ് ആയിരുന്നു. ഞാൻ വളരെ ഇമ്പ്രസ്ഡ് ആയിരുന്നു.
സോ ആ ഒരു ബോക്സിംഗ് പാക്കേജ് കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ടു. കാരണം ഹ്യൂവേ മാറ്റ് X2 ബോക്സിങ്ങും ഏറ്റവും നല്ലൊരു ബോക്സിംഗ് പാക്കേജ് തന്നെയായിരുന്നു. നല്ലൊരു കറുത്തൊരു വലിയ ബോക്സിംഗ് പാക്കേജിങ് ആയിരുന്നു. നമ്മുടെ ഈ ഒരു സ്മാർട്ട് ഫോൺ 8GB റാമാണ് എൻ്റെ ഇരിക്കുന്നത്. അതോടൊപ്പം 55 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും 4500 ബാറ്ററി കപ്പാസിറ്റിയും സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് വരുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് കിറിൻ എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റാണ് വന്നിരിക്കുന്നത്. അതപ്പോൾ ചൈനയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൊരു ചിപ്സെറ്റാണ് കിറിൻ ചിപ്സെറ്റ്. സോ ആ ഒരു ചിപ്സെറ്റാണ് ഇതിൻ്റെ അകത്ത് തന്നിരിക്കുന്നത്. 5G ആണ് സ്മാർട്ട് ഫോൺ. ബാക്ക് ക്യാമറ 50 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ്. അതോടൊപ്പം സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് 5G സപ്പോർട്ടബിൾ ആണ് കേട്ടോ. നല്ല ഗ്ലാസ് ഫിനിഷും തന്നിട്ടുണ്ട്. അപ്പം കിറിൻ എന്ന് പറയുന്ന ആ ഒരു ചിപ്സെറ്റ് എനിക്ക് അറിയില്ല. അപ്പം ഇത് യൂസ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം നമുക്ക് 8GB റാമും 256GB സ്റ്റോറേജും സ്മാർട്ട് ഫോണിനകത്ത് ലഭിക്കുന്നുണ്ട്. ആൻഡ്രോയിഡ് 10 ആണ് വരുന്നത്. നോട്ടിഫിക്കേഷൻ പാനലും എല്ലാം സ്മൂത്തായിട്ട് വർക്ക് ആവുന്നുണ്ട്. നമ്മുടെ ഈ ഒരു OLED ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് തന്നിരിക്കുന്നത്. 90 ഹെർട്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റ് ആണ് തന്നിരിക്കുന്നത്. 120 ഹെർട്സ് തന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ കൊള്ളാം. കാരണം നല്ലൊരു ഡിസ്പ്ലേ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കിട്ടുന്നുള്ള വലിയൊരു ഡിസ്പ്ലേ ആണ്. ചൈനീസ് ആപ്ലിക്കേഷൻസ് ആണ് ഇൻസ്റ്റാൾ ആയി വരുന്നത്. ടിക്ടോക്ക് വീബോ അങ്ങനത്തെ കുറേ ആപ്ലിക്കേഷൻസ് ഒക്കെ സ്മാർട്ട് ഫോണിനകത്ത് ലഭിക്കുന്നുണ്ട്. സോ അത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നതാണ്. EMI 11 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വരുന്നത്. 90 ഹെർട്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റ് വളരെ വലുതായിട്ടുള്ളൊരു ബിഗ് ഡീൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. സോ ഇതൊക്കെയാണ് നമ്മുടെ ഹ്യൂവേ മാറ്റിക്സിൻ്റെ സവിശേഷതകളും പ്രത്യേകതകളും എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു OLED ഡിസ്പ്ലേ ആയിട്ട് വരുന്നൊരു ഫോൾഡബിൾ സ്മാർട്ട് ഫോണാണ്. നമ്മളൊക്കെ ഇത് കോൺസെപ്റ്റായിട്ട് കാത്തിരുന്നൊരു സ്മാർട്ട് ഫോണാണ്. ബട്ട് ഹ്യൂവേ ഇതിലും നല്ലൊരു കാര്യമാണ് വഹിച്ചിരിക്കുന്നത്. സോ കൂടുതലായിട്ടും തംസപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മുടെ മലയാളം ചാനൽ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ചാനലായ ടെക് ഗാലറിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി ചെക്കൗട്ട് ചെയ്യാം. നമ്മുടെ ഗെയിമിംഗ് ചാനലൊക്കെ പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷ് ചാനലിൽ ഈ വീഡിയോ കാണാൻ സാധിക്കും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. അവിടെ പോയി തീർച്ചയായിട്ടും ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. സോ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ അമർത്തി വെച്ചിരിക്കുക. അതോടൊപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജായ Geekz എന്ന് പറഞ്ഞ പേജിൻ്റെ ലിങ്ക് ഞാൻ താഴ്ത്തുന്നുണ്ട്. തീർച്ചയായിട്ടും പോയി ഫോളോ ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റൊക്കെ ചെയ്യാം. സോ until then, this is Adityan signing off. Bye bye.